ഓക്കെ, ഞാൻ ഷേപ്പ് ഉണ്ടാക്കിട്ടോ മരം പിന്നെ വലിയ മഷ്റൂം ഉണ്ടാക്കി. വലുത് വലുത് ജയൻ മഷ്റൂം. ഞാൻ ഉണ്ടാക്കാം മഷ്റൂം ഇന്ത്യ മഷ്റൂം വലിയ മഷ്റൂം എന്തുണ്ടാക്ക സ്നേഹിക്കുന്നുണ്ടാക്കണം. സ്നേഹിക്കും എന്റെ പൂച്ച അഞ്ചെടുക്ക് ഓർക്കത്തിന് എന്നിട്ട് എന്താ പരിപാടി രണ്ടുപേരും കൂടി? ഞങ്ങൾ ഇന്നുണ്ടല്ലോ, ഇന്ന് ടി വി കാണുന്നതിന് പകരം ഞങ്ങൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കണം. ക്ലേ അപ്പൊ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സില് ഒരു ഗ്ലാസ് മൈദ അല്ലേ, പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം, ഹാഫ് ഗ്ലാസ് ഉപ്പ്. ഓക്കെ, പൊടിയുപ്പ് ഹാഫ് ഗ്ലാസ്, പിന്നെ ഹാഫ് ഗ്ലാസ് വെള്ളം. അതിന് തന്നെ മൈദയും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കണ പോലെ, ചപ്പാത്തിക്ക് മാവ് ഒഴിക്കണ പോലെ ഇങ്ങനെ കുഴക്കുക അല്ലേ. എന്നിട്ട് ഇത് കുഴച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴക്കുക. പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റും ആണ്, പിന്നെ സമയം പോണത് അറിയില്ല. ഇതില് ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ പണിയുണ്ട് അല്ലേ. ഇതുകൊണ്ട് ക്ലേ ഉണ്ടാക്കിട്ട് കണ്ടില്ലേ, ഇതേപോലത്തെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പംകിന് എന്നിട്ടൊക്കെ ഉണ്ടാകും. പംകിന്, മാംഗോ, മഷ്റൂം കാണിച്ചു കൊടുത്തേ. മഷ്റൂം, സുഷി, ബനാന, ഓറഞ്ച്, ചെടി. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കാം. പൂച്ച, ഇഷ്ടമുള്ള ഷേപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് കുറച്ചുകൂടി മൈദ വേണം കേട്ടോ. ഇത് വെള്ളം കൂടി കുറച്ചുകൂടി മൈദ വേണ്ടി വരും. കുഞ്ഞു എടുത്തിട്ടോ ടോർച്ചി. വെള്ളം കൂട്ടണമെങ്കിൽ കുറച്ച് മൈദ കുറച്ച് നല്ല തിക്കിലുണ്ടാക്കണം. ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെക്കേഷൻ ടൈമാണ് ദുബായില്. അപ്പൊ എല്ലാ പിള്ളേരും എന്താണ് TV, ടാബ്, ഫോണ് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇരിക്കായിരിക്കും. കാരണം കുറെ പേർക്കൊന്നും വിടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും വെക്കേഷൻ ക്ലാസ്സിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലായിരിക്കും കുട്ടികളെ എത്തിയിട്ടുണ്ടാവുക. അവർക്കൊരു എൻജോയ്മെന്റിന് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കവറിലാക്കി വെച്ച് ഡ്രൈ ആവൂല. അതായത് പ്ലാസ്റ്റിക് കവറില്ലേ, ഇങ്ങനെ ഒരു കവറിന്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. അതെ, രണ്ട് സൈഡ് ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കിട്ട് എന്നിട്ട് ആവശ്യമുള്ളത് അതിനകത്ത് എടുക്കുക കവർ ചെയ്യുന്നത്. എന്നിട്ട് അവരത് അവർക്ക് ബോറടിക്കുന്ന സമയത്ത് അവരിരുന്ന് ഉണ്ടാക്കിക്കോളും. ഇപ്പൊ ഇതേപോലെ ഷേപ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൊരു ട്രേയില ഒരു വുഡൻ ബോർഡില എന്തെങ്കിലും വെച്ചിട്ട് പുറത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കുക. ഉണക്കാൻ വെച്ചതിന് ശേഷം പിന്നെ പെയിന്റ് അടിക്കുക അല്ലെ. നല്ല ഡ്രൈ ആയതിനു ശേഷം പെയിന്റ് അടിക്കുക. അപ്പൊ ഇതിന്റെ ഈ കളറൊക്കെ മാറി നല്ല പ്യൂർ വൈറ്റ് കളർ ആവും. പൊട്ടിപ്പോവും. ഇപ്പൊ നല്ല പൂച്ച പിന്നെ ഹണിബി കാണിച്ചില്ലേ.
അമ്മനെ കാണിക്കും. അമ്മനെ ഉണ്ടാക്കിയ കാണിക്കും. സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ട ഞാൻ സോഡ ഉണ്ടാക്കും. സോഡ. സ്നേക്കിന്റെ പകുതി പോയല്ല. അപ്പൊ നമ്മളെ ഡോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമുള്ള പോലെ ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഒരു കുട്ടികൾക്ക് നോക്കിയാൽ കൈക്കൊക്കെ നല്ല ബലം വരും. ഇങ്ങനെ കുഴച്ച് കൈക്കൊക്കെ നല്ല ബലം വരും. നല്ല ടൈം പാസ് ആണ്. അപ്പൊ എല്ലാരും വെക്കേഷനുള്ളവരും എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അത് ഇതാ വളരെ സിമ്പിൾ ആണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. നേരം പോക്കാണ് ട്ടാ. എല്ലാരും ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.